വിശ്വസിക്കേണ്ട. അതായത് ഈ മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കാറ്റത്തിട്ട ഇല പോലെയാണ്. ചില സമയത്ത് ഭയങ്കരമായ തഖ്വ ഇഖ്ലാസൊക്കെ ആയിരിക്കും, ചില സമയത്ത് ഒരു തഖ്വ ഉണ്ടാവില്ല, ഒരു ഇഖ്ലാസും ഉണ്ടാവില്ല, എല്ലാ തെണ്ണിപ്പും ചെയ്യും. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. അതായത് ഈ കാറ്റത്തിട്ട് കിടക്കുന്ന ഇല എന്ന് പറഞ്ഞാൽ അത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് മറിയും, പിന്നെ കുറച്ചു നേരം കാറ്റടിക്കുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് മറിയും. അപ്പോൾ ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. അല്ലാഹു തആല മനുഷ്യനെ പഠിച്ചിരിക്കുന്നത് ഷഹ്വാനിയായ ഖുവത്ത് കൊണ്ടും അഖ്ലിയായ ഖുവത്ത് കൊണ്ടുമാണ്. എന്താണ് ഷഹ്വാനിയായ ഖുവത്ത്? വൈകാരികമായ ശക്തി, അതുപോലെ ബൗദ്ധികമായ ശക്തി. അപ്പോൾ ഇത് രണ്ടും മനുഷ്യൻ അല്ലാഹു തആല ഉണ്ട്. പക്ഷേ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഖ്ലിയായ ഖുവത്താണുള്ളത്. അല്ലാഹു തആല അവരോട് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കണം. അപ്പോൾ അവർ വേറെ ഒന്നും ചെയ്യില്ല, അവർ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു തആല മലക്കുകളിൽ ചില ആളുകൾ പോയി നിങ്ങൾ സുജൂദ് ചെയ്യണം, അപ്പോൾ അവർ ഖിയാമത്ത് നാൾ വരെ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് തെറ്റിനോടൊരു ഇൽത്തിഫാത്ത് ഉണ്ടാവില്ല, തെറ്റിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, അവർ തെറ്റുകൾ ചെയ്യില്ല മലക്കുകൾ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ തെറ്റിനെയും ശരിയെയും സ്വീകരിക്കാൻ പറ്റുന്ന, രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതിയിലാണ് മനുഷ്യൻ്റെ ബുദ്ധി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണമെങ്കിൽ തെറ്റിലേക്ക് പോകാം, ശരിയിലേക്ക് പോകാം. ഒരാൾ അത് രണ്ടും മനസ്സിലാക്കാൻ അവന് പറ്റും. ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് അവന് മനസ്സിലാക്കാനും പറ്റും. അവന് ശരി വേണമെങ്കിൽ ശരി ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവും ഒക്കെ ഉണ്ടാവും, തെറ്റാണെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അപ്പോൾ എൻ്റെ മനസ്സ് ചില സമയത്ത് പതറിപ്പോവും, നിങ്ങളുടെ മനസ്സ് ചില സമയത്ത് പതറിപ്പോവും. അപ്പോൾ പതറിപ്പോവാതിരിക്കാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ത്വാഅതിക വ മർളാതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആയാണ്, പടച്ചവനെ യാ മുഖല്ലിബൽ ഖുലൂബ്, ഓ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന മാറ്റിമറിക്കുന്ന തമ്പുരാനെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ത്വാഅതിക വ മർളാതിക. പടച്ചവനെ എൻ്റെ ഹൃദയം നീ ഉറപ്പിച്ചു നിർത്തേണമേ തമ്പുരാനെ. അലാ ദീനിക, നിന്റെ വിശുദ്ധമായ ദീനിൻ്റെ മേൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ദീനിക വ ത്വാഅതിക, നീ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത്, നിന്നെ വഴിപ്പെടുന്നതിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. വ മർളാതിക, നിന്റെ സംതൃപ്തിയിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആരക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. അപ്പോൾ നമ്മൾ നിത്യമായി എപ്പോഴും നമ്മൾ ദുആരക്കേണ്ട ഒരു ദുആയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ത്വാഅതിക വ മർളാതിക. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന പടച്ചവനെ, എൻ്റെ ഹൃദയം നീ നിന്റെ ദീനിലായി, നിനക്ക് വഴിപ്പെടുന്നതിലായി, നിന്റെ തൃപ്തിയിലായി നിലനിർത്തേണമേ തമ്പുരാനെ എന്ന് ദുആരക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ